ഹായ് ഓൾ, വീണ്ടും എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എനിക്ക് കുറച്ച് പേരൊക്കെ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഹെയർ എക്സ്റ്റൻഷൻസ് ചെയ്തിട്ട് എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചിട്ട്. അപ്പം ഡ്രീംസ് ഹെയർ എക്സ്റ്റൻഷൻസ് ആണ് എനിക്കിത് ചെയ്തു തന്നത്. രമ്യ ചേച്ചിയാണ് ചെയ്തു തന്നത്. എനിക്കൊരു ഷൂട്ടിന് വേണ്ടിയിട്ടാണ് ആക്ച്വലി ഞാൻ വെച്ചത്. ഞാനത് ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറി ഇടയ്ക്ക് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞത് ഞാനത് റിമൂവ് ചെയ്യും, കുറച്ച് നാളത്തേക്കാണിത് വെക്കുന്നതെന്ന്. വെച്ച സമയത്ത് എനിക്ക് ഫസ്റ്റ് ഡേ സാധാരണ എൻ്റെ പല ഫ്രണ്ട്സും പറഞ്ഞിട്ടുണ്ട്, ചില ആൾക്കാർക്ക് അടുത്ത ദിവസമൊക്കെ ഭയങ്കര തലവേദനയായിരുന്നു എന്നൊക്കെ. പക്ഷെ എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഫസ്റ്റ് ഡേ എനിക്കൊരു കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷെ സെക്കൻഡ് ഡേയും തേർഡ് ഡേയും ചെറിയൊരു തലവേദന ഉണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷം എല്ലാം ഓക്കെ ആയി, വേറൊരു പ്രശ്നമില്ല. നമുക്ക് ഈ എക്സ്റ്റൻഷൻ വെച്ചിട്ട് തന്നെ നമുക്ക് കുളിക്കാം. എൻ്റെ കൈ തന്നെയാണല്ലേ, ഓക്കെ. നമുക്ക് ഈ എക്സ്റ്റൻഷൻ വെച്ചിട്ട് തന്നെ കുളിക്കാം. നമ്മൾ വേറെ എന്തൊക്കെയാണോ ചെയ്യുന്നത്, തലയിൽ എന്തൊക്കെയാണോ ചെയ്യുന്നത്, അതൊക്കെ നമുക്ക് ഈ എക്സ്റ്റൻഷൻ വെച്ചിട്ടായാലും ചെയ്യാം. എനിക്ക് തോന്നുന്നു 3 months 6 months കൂടുമ്പോൾ മാത്രം ഒന്ന് എന്താ പറയുക, ഇതൊന്ന് മുകളിലേക്ക് കയറ്റി ചെയ്യണം. എക്സ്റ്റൻഷൻ ഇറങ്ങി നമ്മുടെ ഹെയർ ഗ്രോത്തിന് അനുസരിച്ചിട്ട് എക്സ്റ്റൻഷൻ താഴത്തോട്ട് വരുമ്പോൾ അതൊന്ന് മെയിൻറ്റെയിൻ ചെയ്ത് കൊടുക്കണം എന്നുണ്ട്. വേറെ ഒരു പ്രശ്നങ്ങളും ഇല്ല. നാച്ചുറൽ ഹെയർ ആണ്. നമുക്ക് ഒരിക്കലും നമ്മൾ എക്സ്റ്റൻഷൻ വെച്ചിരിക്കുകയാണെന്നൊന്നും മനസ്സിലാവത്തില്ല. അപ്പോൾ ഹെയർ ഇല്ലാത്ത, മുടി ഒട്ടുമില്ലാത്ത ആളുകളൊക്കെ ഉണ്ടാവുമല്ലോ, വേറെ ഒരു എന്താ പറയുക, ഒരു സൊല്യൂഷനും ഇല്ലാതെ ഇനി മണ്ണെണ്ണ മാത്രമേ വാരി തേക്കാനുള്ളൂ എന്ന് പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഒരു സൊല്യൂഷനാണ് ഹെയർ എക്സ്റ്റൻഷൻ. അതുപോലെ ഹെയറിന് വോളിയം ഇല്ലാത്ത ആളുകൾക്ക്. എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത മുടി നാച്ചുറലായിട്ട് തന്നെ വളരുന്ന ഒരാളാണ്. എൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ ഞാൻ കൊടുക്കാം. അപ്പോൾ വളരുന്ന ഒരാളാണ്. എനിക്ക് തലയിലൊരു സർജറി ഉണ്ടായിരുന്നു. ആഫ്റ്റർ ദാറ്റ് എനിക്ക് ഹെയർ നന്നായിട്ട് പോകാൻ തുടങ്ങി. എൻ്റെ ഹെയർ ആകെ ഫ്രിസിയായി. അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ ഇങ്ങനൊരു എക്സ്റ്റൻഷൻ ചെയ്താലോ, ഒരു ഷൂട്ടും ഉണ്ടായിരുന്നു, അപ്പം ചെയ്താലോ എന്നൊക്കെ തോന്നി. അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ തോന്നി. പിന്നെ എനിക്കുള്ളൊരു സ്വഭാവമാണ് ഇടയ്ക്കിടയ്ക്ക് മുടി വെട്ടി കൊടുക്കുക എന്ന് പറയുന്നത്. അപ്പം ഇതിപ്പോൾ കുറച്ച് നാൾ ഞാൻ ഈ ലോങ് ഹെയർ വെച്ചിട്ട് നന്നായിട്ട് എൻജോയ് ചെയ്തു. അപ്പോൾ എനിക്കിപ്പോൾ മുടി വെട്ടി ഷോർട്ടാക്കണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹം. അപ്പം ഞാൻ അത് റിമൂവ് ചെയ്യുകയാണ്. അപ്പോൾ ആർക്കെങ്കിലും എക്സ്റ്റൻഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ എനിക്ക് തോന്നുന്നു മൈഗ്രെയിൻ ഉള്ള ആളുകൾക്കൊക്കെ ഇത് വെച്ച് കഴിഞ്ഞാൽ പ്രശ്നമുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. മൈഗ്രെയിൻ ഉള്ള ആളുകൾക്ക് എക്സ്റ്റൻഷൻ വെച്ച് കഴിഞ്ഞാൽ തലവേദന കൂടും എന്ന് കേട്ടിട്ടൊക്കെ ഉണ്ട്. അപ്പം ചെയ്യുന്ന ആളുകൾ, അങ്ങനെയുള്ള ആളുകൾ ചെയ്യാതിരിക്കുക. എനിക്ക് കൃത്യമായിട്ട് അതിനെക്കുറിച്ച് അറിയില്ല കേട്ടോ. എനിക്ക് കുറച്ച് പേര് പറഞ്ഞു തന്നിട്ടുള്ളൊരു അറിവ് മാത്രമേ ഉള്ളൂ. എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് യൂസ്ഫുള്ളാണ്, ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഹെയർ അഴിച്ചാലും ഞാനത് സൂക്ഷിച്ച് വെക്കും. എനിക്ക് ഭാവിയിൽ എപ്പോഴെങ്കിലും ഇനി എന്തെങ്കിലും ഷൂട്ടോ അതുപോലെ ലോങ് ഹെയർ വേണമെന്നൊക്കെ തോന്നുവാണെങ്കിൽ, നാച്ചുറലായിട്ട് മുടി ഇറങ്ങിയില്ല എന്നുണ്ടെങ്കിൽ എനിക്കിത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നല്ല സർവീസ് ആയിരുന്നു അവരുടേത്. നന്നായിട്ട് തന്നെ ചെയ്തു തന്നു. നമുക്ക് വേണമെങ്കിൽ ഈ ഹെയർ കെരാറ്റിൻ ചെയ്യാം, ബോട്ടോക്സ് ചെയ്യാം, സ്മൂത്ത് ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. പക്ഷെ എനിക്ക് എൻ്റെ ഒരു നാച്ചുറൽ ലുക്ക് തന്നെയായിരുന്നു എനിക്ക് ഇഷ്ടം എന്നുള്ളതുകൊണ്ട് ഞാനൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ തന്നെ ഒരുപാട് സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ആളുകളാണെങ്കിലും അല്ലാത്ത ആളുകളൊക്കെ ആണെങ്കിലും ഹെയർ എക്സ്റ്റൻഷൻസ് യൂസ് ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പം തീരെയും മുടി ഇല്ലാത്തതിൻ്റെ പ്രശ്നം അനുഭവിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അവർക്കൊക്കെ ഒരു ബെസ്റ്റ് സൊല്യൂഷൻ ആയിരിക്കും ഈ എക്സ്റ്റൻഷൻ വെക്കുക എന്ന് പറയുന്നത്. പക്ഷെ നന്നായിട്ട് സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഡെയിലി രാത്രി കിടക്കുന്നതിന് മുൻപ് കോംബ് ചെയ്ത് നമ്മൾ ഹെയർ സിറമൊക്കെ അപ്ലൈ ചെയ്തിട്ട് മുടി മെടഞ്ഞുക എന്ന് പറയത്തില്ല, മുടി മെടഞ്ഞിട്ടിട്ട് വേണം രാത്രി കിടന്നുറങ്ങാനായിട്ട്. അതുപോലെ മുടി നനഞ്ഞിട്ടിരിക്കുന്ന സമയത്ത് മുടി കെട്ടിവെക്കാൻ പാടില്ല. അങ്ങനെ കുറച്ച് നമ്മൾ ശ്രദ്ധ കൊടുക്കണം. നമ്മുടെ നാച്ചുറൽ ഹെയറിന് കൊടുക്കുന്നതിനേക്കാൾ കുറച്ചും കൂടെ ശ്രദ്ധ കൂടുതൽ എക്സ്റ്റൻഷന് കൊടുക്കേണ്ട വരും. അപ്പം അങ്ങനെയൊക്കെ ശ്രദ്ധിക്കാൻ പറ്റുന്ന ആൾക്കാർ മാത്രമേ ഈ പണിക്ക് പോയാൽ മതി കേട്ടോ. അല്ലെങ്കിൽ മുടി ചട പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. നമ്മുടെ നാച്ചുറൽ ഹെയറിന് യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാവില്ല. ഞാൻ ഇങ്ങോട്ട് നോക്കിയിട്ട് പറയാം, സോ അത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ.